ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ അതിരുകളൊന്നും അയാളുടെ പരിധിക്കപ്പുറമല്ല. അതിനുള്ള തെളിവാണ് ജിലിമോൾ മേരിയറ്റ് തോമസ്. ജിലിമോൾ അസാധ്യമായ ഒന്നിന്റെ പ്രതീകമാണ്. ഏഷ്യയിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ആദ്യത്തെ കൈയില്ലാത്ത വനിതയെന്ന ചരിത്രമാണ് 32 വയസ്സുകാരിയായ ജിലിമോൾ സൃഷ്ടിച്ചത്. ഡ്രൈവിംഗും ജീവിതവും ത്വരിതപ്പെടുത്തുന്നതിന് അവൾ അനായാസമായി തന്റെ പാദങ്ങൾ ഉപയോഗിക്കുന്നു. നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജിലിമോൾ മേരിയറ്റ് തോമസിന് ലൈസൻസ് അംഗീകാരം ലഭിക്കുകയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പാലക്കാട് വെച്ച് ലൈസൻസ് നൽകുകയും ചെയ്തു. ജന്മന കൈകളില്ലാതെയാണ് ജിലിമോൾ മേരിയറ്റ് തോമസ് ജനിച്ചത്. എന്നാൽ ജിലിമോൾക്ക് മുടി ചീകാനോ ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ ചിത്രം വരയ്ക്കാനോ പോലും മറ്റാരുടെയും സഹായം ആവശ്യമില്ലായിരുന്നു. താൻ 7ാം ക്ലാസ്സിൽ വെച്ചാണ് കമ്പ്യൂട്ടർ പഠിച്ചതെന്നും മറ്റു കുട്ടികളെക്കാൾ മുൻപേ തനിക്ക് പഠിക്കാൻ സാധിച്ചിരുന്നുവെന്നും ജിലിമോൾ അഭിമാനത്തോടെ ഓർക്കുന്നു. ജിലിമോളുടെ അച്ഛൻ കുടുംബത്തിൽ മറ്റാരെയും പോലെയാണ് ജിലിമോളെയും കണ്ടത്. പ്രത്യേക പരിഗണനയോ വേർതിരിവോ അദ്ദേഹം വരുത്തിയിരുന്നില്ല. അത് വളരെ നന്നായെന്നും അതുകൊണ്ട് തന്നെ സാധാരണ ആൾക്കാരെ പോലെ തന്റെ ജീവിതവും മുന്നോട്ടു പോകണമെന്നും എവിടെയും വെച്ച് നിന്നു പോകാനോ തളർന്നു പോകാനോ പാടില്ലെന്ന പാഠം താൻ പഠിക്കുകയായിരുന്നെന്നും അവൾ പറയുന്നു. ജിലിമോളുടെ സ്കൂൾ കാലഘട്ടമെല്ലാം ചെത്തിപ്പുഴയിലെ മേഴ്സി ഹോമിലായിരുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് മേഴ്സി ഹോം. തന്റെ പാഷനും ഹോബിയുമെല്ലാം ചിത്രം വരയ്ക്കുന്നത് ആയതുകൊണ്ട് അതിലേക്ക് തന്നെ തന്റെ കരിയറും മുന്നോട്ടു പോകാൻ ജിലിമോൾ തീരുമാനിച്ചു. അങ്ങനെ സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരിയിൽ BA ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ പഠിച്ചു. തന്റെ ഹോബി ഒരു പ്രൊഫഷനാക്കി മാറ്റി ഗ്രാഫിക് ഡിസൈനിലേക്ക് മാറാനും ജിലിമോൾ അസാമാന്യമായ ധൈര്യം കാണിച്ചത് ജീവിതത്തിൽ അവൾ പുലർത്തുന്ന ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായാണ്. ഇതേ നിശ്ചയദാർഢ്യം തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അവളെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. ജിലിമോളുടെ ചെറുപ്പത്തിൽ അവളോട് ബന്ധുക്കൾ പറയുമായിരുന്നു, "നീ വലുതാകുമ്പോൾ ഞങ്ങളെയും കൊണ്ട് ഡ്രൈവ് ചെയ്തു പോകണമെന്ന്." ആ വാക്കുകൾ അവളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അന്നു മുതൽ തുടങ്ങിയ ആഗ്രഹമായിരുന്നു വണ്ടി ഓടിക്കണമെന്നുള്ളത്. 2014 ജിലിമോൾ തൊടുപുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ സമാന വ്യക്തിയുടെ ലൈസൻസിന്റെ പകർപ്പ് കൊണ്ടുവരാൻ അവളോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ജിലിമോളുടെ കഠിനമായ ഗവേഷണം ഫലം കണ്ടു. രാജ്യത്ത് ആദ്യമായി ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന കൈകളില്ലാത്ത വിക്രം അഗ്നിഹോത്രിയെ കണ്ടെത്തി. 2018 ജിലു സ്വന്തമായി ഒരു കാർ വാങ്ങി. RTOയുടെ മാർഗനിർദ്ദേശപ്രകാരം കുറച്ച് രൂപമാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. നീണ്ട കാത്തിരിപ്പിനും പരിശ്രമങ്ങൾക്കുമൊടുവിൽ ജിലിമോൾക്ക് ലൈസൻസ് ലഭിച്ചു. നേരത്തെ തനിക്ക് കാലുകളില്ല എന്ന പേരിൽ ലൈസൻസ് കിട്ടുമോ എന്ന ഭയം ജിലുവിനുണ്ടായിരുന്നു. എന്നാൽ ലൈസൻസ് ലഭിച്ചതിന് ശേഷം അവളുടെ ഏറ്റവും വലിയ തടസ്സം മറികടന്നതിന്റെ സന്തോഷത്തിലാണ്. തന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇതാ 2024 വനിതാരത്ന പുരസ്കാരവും ജിലുവിനെ തേടിയെത്തിയിരിക്കുന്നു. ഇരു കൈകളും ഇല്ലാതെ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുത്ത ഏഷ്യയിലെ തന്നെ ആദ്യ വനിത എന്ന അംഗീകാരമാണ് ജിലിമോൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് നേടാൻ നിങ്ങളെ സഹായിക്കുന്നതിന് പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തുന്നു എന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകൾ ജിലുവിന്റെ ജീവിതത്തിൽ അർത്ഥവത്താണ്. സ്വപ്നങ്ങൾ കാണുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ജിലു മേരിയറ്റ് തോമസ്.